Hi friends, exam selective channel സ്വാഗതം. ലാബ് അസിസ്റ്റന്റ് കേരള വാട്ടർ അതോറിറ്റി എക്സാം ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ ബയോകെമിസ്ട്രി പാർട്ട് 1 ലാബ് അസിസ്റ്റന്റ് എക്സാം സിലബസ് മൊഡ്യൂൾ 3 ബയോകെമിസ്ട്രി ടോപ്പിക് ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷന്റെ പാർട്ട് 1 ക്ലാസ് ആണ് നോക്കുന്നത്. ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ പാർട്ട് 1 ക്ലാസ് നമ്മൾ നോക്കുന്നത് ടൈപ്പ് ഓഫ് സാമ്പിൾസ്, നോർമൽ വാല്യൂ, റിലവൻസ് ഓഫ് HbA1c. പാർട്ട് 2 ക്ലാസ്സിൽ മെത്തേഡ് ഓഫ് എസ്റ്റിമേഷൻ, ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് എന്നീ ടോപ്പിക് ആയിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മെത്തേഡ് ഓഫ് എസ്റ്റിമേഷൻ എന്നത് വളരെയധികം പോയിന്റ്സ് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ആയതുകൊണ്ടാണ് പാർട്ട് 2 ക്ലാസ്സിൽ ചെയ്യുന്നത്. പാർട്ട് 1 ക്ലാസ്സിൽ ടൈപ്പ് ഓഫ് സാമ്പിൾസ്, നോർമൽ വാല്യൂ, റിലവൻസ് ഓഫ് HbA1c എന്നീ പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആയി നമ്മൾ നോക്കുന്നത് ടൈപ്പ് ഓഫ് സാമ്പിൾസ്, FBS, PPBS, RBS. വേരിയസ് ടൈപ്സ് ഓഫ് സാമ്പിൾസ് കളക്റ്റഡ് ഫോർ ബ്ലഡ് ഷുഗർ. ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കളക്ട് ചെയ്യുന്ന വിവിധ തരത്തിലുള്ള ബ്ലഡ് സാമ്പിൾസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് FBS, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. നെക്സ്റ്റ് PPBS, പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ. ദെൻ RBS, റാൻഡം സാമ്പിൾ. എന്താണ് FBS നോക്കാം, എന്താണ് FBS എന്ന ഡീറ്റെയിൽ പോയിന്റ്സ് നോക്കാം. ബ്ലഡ് സാമ്പിൾ കളക്റ്റഡ് ആഫ്റ്റർ ദ പേഷ്യൻറ്റ് ഫാസ്റ്റ് ഫോർ 12 hours ഓർ ഓവർനൈറ്റ്. 12 മണിക്കൂറോ അതിൽ കൂടുതലോ, 12 മണിക്കൂറോ ഓവർനൈറ്റോ ഫാസ്റ്റിംഗ് നടത്തിയതിനു ശേഷം കളക്ട് ചെയ്യുന്ന ബ്ലഡ് സാമ്പിളിനെയാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ അല്ലെങ്കിൽ FBS എന്നറിയപ്പെടുന്നത്. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ FBS. നെക്സ്റ്റ് PPBS, പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ. ബ്ലഡ് ഈസ് കളക്റ്റഡ് 1.5 to 2 hours ആഫ്റ്റർ ദ ഇൻടേക്ക് ഓഫ് റിച്ച് കാർബോഹൈഡ്രേറ്റ് മീൽ. ഭക്ഷണം കഴിഞ്ഞ് 1.5 തൊട്ട് 2 മണിക്കൂർ ഇൻ്റർവലിന് ശേഷം കളക്ട് ചെയ്യുന്ന ബ്ലഡ് സാമ്പിളിനെയാണ് പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ അഥവാ PPBS എന്ന് പറയുന്നത്. ഭക്ഷണത്തിന് ശേഷം, ഭക്ഷണം കഴിഞ്ഞ് 1.5 to 2 hours കഴിഞ്ഞതിന് ശേഷം കളക്ട് ചെയ്യുന്ന ബ്ലഡിനെയാണ് പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ അഥവാ PPBS എന്ന് പറയുന്നത്. നെക്സ്റ്റ് RBS, റാൻഡം സാമ്പിൾ. ബ്ലഡ് ഈസ് കളക്റ്റഡ് അറ്റ് എനി ടൈം റിഗാർഡ്ലെസ് ദ ടൈം ഓഫ് ഫുഡ് ഇൻടേക്ക്. ബ്ലഡ് എപ്പോൾ വേണമെങ്കിലും കളക്ട് ചെയ്യാം. റാൻഡം സാമ്പിൾ ബ്ലഡ് കളക്ഷനിൽ ഫുഡ് ഇൻടേക്കിൻ്റെ ടൈം നോട്ടീസ് ചെയ്യുന്നില്ല. അതായത് ഫുഡ് കഴിച്ചതിന് ശേഷമോ ഫുഡ് കഴിക്കുന്നതിന് മുൻപോ എപ്പോൾ വേണമെങ്കിലും കളക്ട് ചെയ്യുന്ന ബ്ലഡ് സാമ്പിളിനെയാണ് റാൻഡം സാമ്പിൾ എന്ന് പറയുന്നത്. ബ്ലഡ് സാമ്പിൾ എപ്പോൾ വേണോ കളക്ട് ചെയ്യാം, ഫുഡ് കഴിക്കുന്നതിന് മുന്നോ ഫുഡ് കഴിച്ചതിന് ശേഷമോ. റാൻഡം സാമ്പിൾ ബ്ലഡ് കളക്ഷനിൽ ഫുഡ് ഇൻടേക്കിൻ്റെ ടൈം നോട്ടീസ് ചെയ്യുന്നില്ല. ഫുഡ് കഴിച്ചതിന് ശേഷമോ കഴിക്കുന്നതിന് മുന്നോ എപ്പോൾ വേണമെങ്കിലും കളക്ട് ചെയ്യാവുന്ന ബ്ലഡ് സാമ്പിളിനെയാണ് റാൻഡം സാമ്പിൾ എന്ന് പറയുന്നത്. റാൻഡം സാമ്പിൾ RBS. ഒരിക്കൽ കൂടി പോയിന്റ്സ് നോക്കാം. FBS, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. PPBS, പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ. RBS, റാൻഡം സാമ്പിൾ. FBS, blood sample collected after the patient fasts for 12 hours or overnight. PPBS, postprandial blood sugar. Blood is collected 1.5 to 2 hours after the intake of rich carbohydrate meal. RBS, a random sample. Blood is collected at any time regardless the time of food intake. Normal value. The blood glucose concentration remains constant in a normal healthy individual and it ranges from 80 to 120 milligram percentage. Normal value 80 to 120 milligram percentage. Hormones such as insulin and glucagon play key role in the regulation of blood sugar. ബ്ലഡ് ഷുഗർ റെഗുലേഷനിൽ വളരെ പ്രധാനപ്പെട്ട റോൾ നടന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻസൈംസ് ആണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും. ബ്ലഡ് ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻസൈംസ് ആണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും. നമ്മൾ നോക്കുന്ന രണ്ട് കണ്ടീഷനാണ് ഹൈപ്പർ ഗ്ലൈസീമിയ, ഹൈപ്പോഗ്ലൈസീമിയ. ഹൈപ്പർ ഗ്ലൈസീമിയ ഇൻക്രീസ്ഡ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ ലെവൽ ഇൻക്രീസ് ആവുന്ന കണ്ടീഷനാണ് ഹൈപ്പർ ഗ്ലൈസീമിയ. ഹൈപ്പർ മീൻസ് ഹൈ. ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ അതായത് ഷുഗർ ലെവൽ കൂടിയിരിക്കുന്ന അവസ്ഥ ഹൈപ്പർ ഗ്ലൈസീമിയ. ഹൈപ്പോഗ്ലൈസീമിയ ഡിക്രീസ്ഡ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. ഗ്ലൂക്കോസ് ലെവൽ കുറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ഹൈപ്പോഗ്ലൈസീമിയ. ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറഞ്ഞിരിക്കുന്ന അവസ്ഥ ഹൈപ്പോഗ്ലൈസീമിയ. ഫോർ ദ എസ്റ്റിമേഷൻ ഓഫ് ഗ്ലൂക്കോസ്, ബ്ലഡ് serum or plasma sample are used. The plasma separated from blood sample collected in a tube containing sodium fluoride NaF and potassium oxalate mixture is an ideal sample for blood glucose estimation. Sodium fluoride prevents the loss of glucose in sample by preventing glycolysis in RBC by inhibiting the enzyme enolase. സോഡിയം ഫ്ലൂറൈഡും പൊട്ടാസ്യം ഓക്സലേറ്റ് മിക്സ്ചർ അടങ്ങിയിരിക്കുന്ന ടെസ്റ്റ് ട്യൂബിലാണ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷന് വേണ്ടിയുള്ള ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്യുന്നത്. ഗ്ലൂക്കോസ് എസ്റ്റിമേഷന് വേണ്ടിയിട്ടുള്ള ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്യുന്നത് സോഡിയം ഫ്ലൂറൈഡും പൊട്ടാസ്യം ഓക്സലേറ്റ് മിക്സ്ചർ അടങ്ങിയിരിക്കുന്ന ടെസ്റ്റ് ട്യൂബിലാണ്. അപ്പോൾ നിങ്ങളിവിടെ രണ്ട് ടേം കണ്ടു, സോഡിയം ഫ്ലൂറൈഡ് ആൻഡ് പൊട്ടാസ്യം ഓക്സലേറ്റ്. എന്താണ് സോഡിയം ഫ്ലൂറൈഡ്, എന്താണ് പൊട്ടാസ്യം ഓക്സലേറ്റ് നോക്കാം. സോഡിയം ഫ്ലൂറൈഡ് ഇറ്റ് പ്രിവെൻറ്റ്സ് ദ ലോസ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ സാമ്പിൾ ബൈ പ്രിവെൻറ്റിംഗ് ഗ്ലൈക്കോളിസിസ് ഇൻ RBC ബൈ ഇൻഹിബിറ്റിംഗ് ദ എൻസൈം ഇനോലേസ്. സോഡിയം ഫ്ലൂറൈഡിൻ്റെ ഫംഗ്ഷൻ ഇനോലേസ് എന്ന എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്ത്
RBC കൊണ്ടുണ്ടാവുന്ന ഗ്ലൈക്കോളിസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. ഗ്ലൈക്കോളൈസിസ് സംഭവിക്കുമ്പോൾ സാമ്പിളിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുന്നു. ഗ്ലൈക്കോളൈസിസ് എന്ന് വെച്ചാൽ ഗ്ലൂക്കോസിനെ ലൈസ് ചെയ്യുന്നു എന്നാണ്. ഗ്ലൈക്കോളൈസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൂക്കോസിനെ ലൈസ് ചെയ്യുന്നു. അങ്ങനെ ഗ്ലൈക്കോളിസിസ് സംഭവിച്ചു കഴിഞ്ഞാൽ സാമ്പിളിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സോഡിയം ഫ്ലൂറൈഡ് അല്ലെങ്കിൽ സോഡിയം ഫ്ലൂറൈഡ് NaF ആഡ് ചെയ്യുന്നത്. സോഡിയം ഫ്ലൂറൈഡിൻ്റെ ഫംഗ്ഷൻ ഇനുലേസ് എന്ന എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്ത് RBC കൊണ്ടുണ്ടാകുന്ന ഗ്ലൈക്കോളൈസിസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് പൊട്ടാസ്യം ഓക്സലേറ്റ്. പൊട്ടാസ്യം ഓക്സലേറ്റിൻ്റെ ഫംഗ്ഷൻ ഇറ്റ് ഈസ് ആൻ ആൻറ്റി കൊയാഗുലൻ. പൊട്ടാസ്യം ഓക്സലേറ്റ് ഒരു ആൻറ്റി കൊയാഗുലൻ്റ് ആണ്. ആൻറ്റി കൊയാഗുലൻ പ്രിവെൻറ്റ്സ് ബ്ലഡ് ക്ലോട്ടിംഗ്. ആൻറ്റി കൊയാഗുലൻ പ്രിവെൻറ്റ്സ് ദ കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ്. ബ്ലഡ് ക്ലോട്ടിംഗ് തടയുന്നതിനാണ് ആൻറ്റി കൊയാഗുലൻ്റ് ആഡ് ചെയ്യുന്നത്. പൊട്ടാസ്യം ഓക്സലേറ്റ് ഇവിടെ ആൻറ്റി കൊയാഗുലൻ്റ് ആയിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. പൊട്ടാസ്യം ഓക്സലേറ്റ് ആൻറ്റി കൊയാഗുലൻ്റ് ആണ്. സോ ഇവിടെ ബ്ലഡ് ക്ലോട്ട് തടയാൻ അല്ലെങ്കിൽ കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ് തടയാൻ വേണ്ടിയാണ് പൊട്ടാസ്യം ഓക്സലേറ്റ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സോഡിയം ഫ്ലൂറൈഡിൻ്റെയും പൊട്ടാസ്യം ഓക്സലേറ്റിൻ്റെയും ഫംഗ്ഷൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് റിലവൻസ് ഓഫ് HbA1c. HbA1cയുടെ ഇമ്പോർട്ടൻസ് ആണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് HbA1c? HbA1c എന്ന് പറയുന്നത് ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ. HbA1c ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ. എന്താണ് ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ? ഹീമോഗ്ലോബിൻ മോളിക്യൂൾ bound with a sugar molecule is known as glycated hemoglobin or glycosylated hemoglobin. HbA1c ഹീമോഗ്ലോബിൻ മോളിക്യൂൾ ഒരു ഷുഗർ മോളിക്യൂളായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതിനാണ് ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ അല്ലെങ്കിൽ ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. പോയിന്റ്സ് നോക്കാം. ഹീമോഗ്ലോബിൻ ഇൻസൈഡ് എറിത്രോസൈറ്റ്സ് undergoes a non-enzymatic chemical reaction with the glucose. HbA1c concentration has been suggested as a reliable measure of the degree of metabolic control in diabetic patients. It provides an assessment of average blood sugar control over last 3 months. Chromatographic method, latex immunoassay or enzymatic assay are employed in HbA1c test. HbA1c glycated hemoglobin. അപ്പോൾ നിങ്ങൾക്കുള്ളൊരു ടാസ്ക്കാണ്. നമ്മൾ ഈ പോയിന്റ് വായിച്ചപ്പോൾ നിങ്ങളൊരു ടേം കണ്ടു, എറിത്രോസൈറ്റ്സ്. എറിത്രോസൈറ്റ്സ് എന്താണെന്ന് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ട് മുന്നേ ഉള്ള പോയിന്റ് നമ്മൾ RBC എന്നൊരു ടേം കണ്ടു. RBCയുടെ ഫുൾ ഫോം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എറിത്രോസൈറ്റ്സ്, RBC രണ്ട് പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് ടാസ്ക് ആയിട്ട് തന്നിരിക്കുന്നത്. എറിത്രോസൈറ്റ്സ് എന്താണെന്ന് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ RBCയുടെ ഫുൾ ഫോം കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് HbA1c ടെസ്റ്റിൻ്റെ വാല്യൂസ് ആണ്. HbA1c ലെവൽ ഇൻഡിക്കേഷൻ. ഇപ്പോൾ തന്നെ ഈ പോയിന്റ്സ് ഒക്കെ പഠിച്ചു പോവുക. പോയിന്റ്സ് ക്ലാസ്സിൽ സിലബസ് ബേസ് ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ അതുപോലെ തന്നെ MCQ ക്വസ്റ്റ്യൻസ് പോയിന്റ്സ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ അതിനോടൊപ്പം തന്നെ പഠിച്ചു പോകാൻ ശ്രമിക്കുക. പോയിന്റ്സ് ഒക്കെ ഇംഗ്ലീഷിലും മലയാളത്തിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അതുപോലെ തന്നെ റിപ്പീറ്റ് ആയിട്ട് വായിച്ച് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പോയിന്റ്സ് ഒക്കെ പറഞ്ഞു തരുമ്പോൾ ശ്രദ്ധയോടെ കേട്ടിരുന്ന് അപ്പോൾ തന്നെ പഠിച്ചു പോകാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ റിപ്പീറ്റ് ആയിട്ട് റിവിഷൻ നടത്തുക. നമുക്ക് നോക്കാം HbA1c ലെവൽ ഇൻഡിക്കേഷൻ. HbA1c ലെവൽ ബിറ്റ്വീൻ 4% ആൻഡ് 5.6. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് നോർമൽ റേഞ്ച്. HbA1c ലെവൽ 4%-നും 5.6%-നും ഇടയിലാണ് വരുന്നതെങ്കിൽ നോർമൽ റേഞ്ച്. ആ പേഴ്സണ് ഡയബറ്റീസ് ഇല്ല, പ്രമേഹമില്ല. HbA1c ലെവൽ 4%-നും 5.6%-നും ഇടയിലാണെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്തത് നോർമൽ റേഞ്ച്, അതായത് ആ പേഴ്സണ് പ്രമേഹമില്ല, നോർമൽ റേഞ്ച് ആണ്. നെക്സ്റ്റ് HbA1c ലെവൽ ബിറ്റ്വീൻ 5.7% ആൻഡ് 6.4%. ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ഡയബറ്റീസ്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ഡയബറ്റീസ്. HbA1c ലെവൽ 5.7%-നും 6.4%-നും ഇടയിലാണെങ്കിൽ സൂചിപ്പിക്കുന്നത് പ്രമേഹ സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ഡയബറ്റീസ് സാധ്യതയാണ് അവിടെ പറയുന്നത്. പ്രമേഹ സാധ്യത ഉണ്ടെന്നാണ് HbA1c ലെവൽ 5.7%-നും 6.4%-നും ഇടയിൽ സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് HbA1c ലെവൽസ് ഓഫ് 6.5% ഓർ ഹയർ ഇൻഡിക്കേറ്റ്സ് ഡയബറ്റീസ്. HbA1c ലെവൽ 6.5%-നും അതിന് മുകളിലാണെങ്കിൽ സൂചിപ്പിക്കുന്നത് ആ വ്യക്തിക്ക് പ്രമേഹമുണ്ട്, ഡയബറ്റീസ് ആണ്, ആ വ്യക്തി ഡയബറ്റിക് ആണ്. HbA1c ലെവൽ 6.5%-നും അതിന് മുകളിലാണെങ്കിൽ പ്രമേഹത്തെ സൂചിപ്പിക്കുന്നു, അതായത് ആ വ്യക്തി ഡയബറ്റിക് ആണ്. HbA1c ലെവൽ ബിറ്റ്വീൻ 4% ആൻഡ് 5.6% നോർമൽ റേഞ്ച്. HbA1c level between 5.7% and 6.4%, increased risk of diabetes. HbA1c level 6.5% or higher indicates diabetes. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ സിലബസ് വൈസ് ക്ലാസ്. പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് വിശ്വസിക്കുന്നു. സിലബസ് വൈസ് ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. MLT ബേസ്ഡ് ക്ലാസ്സും NCERT ബേസ്ഡ് ക്ലാസ്സും ഉടനെ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.